ഗസയിലെ നുസൈറാത്തിൽ 4 ബന്ദികളെ മോചിപ്പിക്കാൻ ഇസ്രായേൽ നടത്തിയ ഓപ്പറേഷനിടെ അമേരിക്കൻ പൗരൻ ഉൾപ്പെടെ 3 ബന്ദികൾ കൊല്ലപ്പെട്ടതായി ഹമാസ് വക്താവും പൊളിറ്റിക്കൽ ബ്യൂറോ അംഗവുമായ ഉസാമ ഹംദാൻ. തങ്ങൾ ബന്ദികളാക്കിയവരിൽ എത്ര പേർ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നും ബാക്കി എത്ര പേർ ഇപ്പോഴും ജീവനോടെ അവശേഷിക്കുന്നുണ്ടെന്നും വ്യക്തമല്ലെന്ന് ലബനീസ് തലസ്ഥാനമായ ബെയ്റൂത്ത് CNN ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഉസാമ ഹംദാൻ പറഞ്ഞു. ഗസയിൽ കഴിയുന്ന 100-ലധികം ബന്ദികളിൽ 70-ലേറെ പേർ ജീവനോടെ ഉണ്ടെന്നാണ് ഇസ്രായേൽ കരുതുന്നത്. എന്നാൽ എത്ര പേർ ജീവിച്ചിരിപ്പുണ്ടെന്ന് തനിക്കറിയില്ലെന്നും സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടത്തോടെ കൊലപ്പെടുത്തുന്ന ഇസ്രായേൽ സേനയുടെ ആക്രമണത്തിൽ നിരവധി ബന്ദികൾക്കും ജീവൻ നഷ്ടമായെന്നുമാണ് ഉസാമ ഹംദാൻ വ്യക്തമാക്കുന്നത്. ജൂൺ 2-ാം വാരം നുസൈറാത്തിൽ നടത്തിയ ആക്രമണത്തിൽ കുഞ്ഞുങ്ങളും സ്ത്രീകളുമടക്കം 260-ലേറെ പലസ്തീനികളെയും ഇസ്രായേൽ സേന കൊലപ്പെടുത്തിയിരുന്നു. ബന്ദികളാക്കിയിരുന്ന നോവ അറഗാമി, അൽമോങ് മേയർ, ആന്ദ്രെ കോസ്ലേവ്, ഷലോമി സീവ് എന്നിവരെ സൈനിക നീക്കത്തിലൂടെ ഇസ്രായേൽ മോചിപ്പിക്കുകയും ചെയ്തിരുന്നു. 3 ഘട്ട വെടിനിർത്തലിൽ ശാശ്വത യുദ്ധവിരാമം നിർദ്ദേശിക്കുന്ന 2-ാം ഘട്ടം നടപ്പാക്കാൻ ഇസ്രായേൽ ഉദ്ദേശിക്കുന്നില്ലെന്നും അത് അവരെ അംഗീകരിപ്പിക്കാൻ അമേരിക്ക ഇതുവരെ ശ്രമിച്ചിട്ടില്ലെന്നും ഹംദാൻ പറഞ്ഞു. വെടിനിർത്തലിനൊപ്പം ഗസയിൽ നിന്ന് ഇസ്രായേൽ സേനയെ പൂർണ്ണമായി പിൻവലിക്കുന്നതും പലസ്തീനി തടവുകാരുടെ മോചനവും ഉറപ്പാക്കിയാൽ മാത്രമേ ബന്ദികളെ വിട്ടയക്കൂ. തടവുകാരുടെ കൈമാറ്റം, ഗസയിൽ നിന്ന് പൂർണ്ണമായി പിൻവാങ്ങൽ, ഗസ പുനർനിർമ്മാണം, ഉപരോധം അവസാനിപ്പിക്കൽ, ഗസയുടെ ഭരണത്തിൽ പലസ്തീനികൾക്ക് സ്വയം നിർണയാവകാശം എന്നീ കാര്യങ്ങളിൽ ഇസ്രായേൽ നിലപാട് വ്യക്തമാക്കണമെന്നും എങ്കിൽ മാത്രമേ ബന്ദിമോചന ചർച്ച ബലം കാണൂവെന്നും ഉസാമ ഹംദാൻ ചൂണ്ടിക്കാട്ടി. US പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിച്ച പദ്ധതിയിൽ ഹമാസ് ഉന്നയിച്ച ആവശ്യങ്ങൾ ഉൾപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനിടെ ഗസയിൽ അടിയന്തര വെടിനിർത്തൽ നീളുന്നത് ഗുരുതര പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന് G7 രാജ്യങ്ങളുടെ ഉച്ചകോടി മുന്നറിയിപ്പ് നൽകി. 9 മാസത്തിൽ എത്തി നിൽക്കുന്ന യുദ്ധം ഗസയിലെ സിവിലിയൻ സമൂഹത്തെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കെ എല്ലാ തടസ്സങ്ങളും മറികടന്ന് സഹായം ഉറപ്പാക്കണമെന്നും ഉച്ചകോടി ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര നിയമപ്രകാരമുള്ള എല്ലാ വ്യവസ്ഥകളും പാലിക്കാൻ ഇസ്രായേൽ തയ്യാറാകണം. വെസ്റ്റ് ബാങ്കിൽ പലസ്തീൻ ജനതയുടെ സാമ്പത്തിക സാഹചര്യത്തെ ബാധിക്കുന്ന നടപടികൾ ഉപേക്ഷിക്കാനും ഉച്ചകോടി ഇസ്രായേലിനോട് ആവശ്യപ്പെടുന്നുണ്ട്. ദ്വിരാഷ്ട്ര ഫോർമുല മാത്രമാണ് പശ്ചിമേഷ്യൻ പ്രശ്നപരിഹാരമെന്നും ഉച്ചകോടി ഓർമ്മിപ്പിച്ചു. അതേസമയം വടക്കൻ അതിർത്തി മേഖലകളിൽ ദക്ഷിണ ലബനാനിൽ നിന്നുള്ള ഹിസ്ബുള്ളയുടെ മിസൈൽ ആക്രമണം വ്യാപകമായതോടെ ഇസ്രായേൽ കടുത്ത പ്രതിസന്ധിയിലാണ്. കഴിഞ്ഞ ദിവസം നിരവധി മിസൈലുകൾ പതിച്ച് ഗലീലിയയിലെ കിബുത്സ് യാരോണിൽ വലിയ തീപിടുത്തമാണുണ്ടായത്. ലബനാന് നേരെ തുറന്ന യുദ്ധത്തിന് മടിക്കില്ലെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിന്റെ പ്രഖ്യാപനം. എന്നാൽ ലബനാന് നേരെയുള്ള യുദ്ധം മേഖലയൊന്നാകെ ബാധിച്ചേക്കാമെന്ന ആശങ്കയിൽ പ്രശ്നപരിഹാരത്തിനായി നീക്കം ശക്തമാക്കി അമേരിക്ക രംഗത്തുണ്ട്. ലബനാൻ സൈനിക മേധാവി പെന്റഗൺ നേതൃത്വവുമായി ചർച്ച നടത്തിയിരുന്നു. ഇസ്രായേൽ നേതാക്കളെ അമേരിക്കയിലേക്ക് വിളിപ്പിച്ചതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു.